ഇന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാൻ തോന്നി. അപ്പോൾ ശിവക്ഷേത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് ഒരു 5:30ക്ക് നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. എനിക്ക് നടക്കുന്നത് ഇഷ്ടമാണ്. കാരണം കുറേ നാൾ ഹെൽത്ത് വൈസ് സുഖമില്ലാത്തത് കാരണം കൊണ്ട് നമുക്ക് നടത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പയ്യെ പയ്യെ നടന്ന് നമ്മൾ പാടത്തു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. റോഡ് സൈഡുണ്ട്, റോഡിൽ നേരിട്ട് പോകാൻ റോഡുണ്ട്. പക്ഷേ ഇതൊരു സുഖമാണ്. അതൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറും നമുക്ക് തണുപ്പും മഞ്ഞും ചൂടും സൂര്യപ്രകാശവും എല്ലാം കിട്ടി നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടുക. രാവിലത്തെ ഈ ഒരു 5:30-6 മണിയുടെ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു സുഖം ഒരു പ്രത്യേക. അതും ഈ നല്ല ചൂടാണ്. ഇന്ന് പുലർച്ചെ ഒരു 3 മണി തൊട്ട് ഒരു മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മഴയുടെ തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട്. വെയിലായിട്ടില്ല ഇപ്പോഴും. കാരണം ആ ഒരു തണുപ്പ് അങ്ങനെ തന്നെ നിൽക്കുക, മഞ്ഞ് കെട്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആ കാണുന്ന ഓടുമെഞ്ഞതാണ് നമ്മുടെ ശിവക്ഷേത്രം കേട്ടോ. അപ്പോൾ ഈ പാടത്തിൻ്റെ നടുക്ക് കൂടെയൊക്കെ ആ ഒരു സുഖത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റ്, നല്ല തണുപ്പും ഒക്കെയാണ്. ഇത്രയും നാൾ നല്ല ചൂടല്ലേ, അതിൽ നിന്നൊരു മോചനവും കൂടെ ആവും. നമ്മൾ രാവിലെ പോകുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു എനർജി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമേനി സമ്മതിക്കില്ല. വീഡിയോ അലൗഡ് അല്ല അവിടെ. ഫോട്ടോസ് എടുക്കാം, പക്ഷെ വീഡിയോ അലൗഡ് അല്ല. അമ്പലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ്, ആണല്ലോ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് മാത്രമായിട്ട് പ്രത്യേക ഒരു കൺസിഡറേഷൻ അവർ തരില്ലല്ലോ. അപ്പോൾ ഞാനത് എന്താ പറയുക, ഇങ്ങനെ പോകുന്ന കുറച്ച് നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം റോഡ് ഉണ്ടായിട്ടും പാടത്തിന് നടുക്ക് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കിട്ടുക. ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ വന്നിട്ടാണ് കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ ഒരു സുഖം ഞാൻ മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നല്ല, പക്ഷേ ഈ പാടത്തിനുള്ളിലൂടെയൊന്നും നമുക്ക് അമ്പലത്തിലേക്ക് പോകണ്ട. അപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ നമുക്ക് റോഡ് വഴി വണ്ടിയിൽ തന്നെ പോകണം. ഇവിടെ ആകുമ്പോൾ നടന്ന് പോവാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ശിവക്ഷേത്രമുണ്ട്, കൃഷ്ണക്ഷേത്രമുണ്ട്, ദേവീക്ഷേത്രമുണ്ട്. അടുത്തടുത്താണ് പോകാൻ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം അങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ നമ്മളിതപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടിരിക്കുകയാണ്. ഇനി അമ്പലത്തിൻ്റെ ബാക്കിൽ അമ്പലക്കുളമുണ്ട്. അവിടെ നിന്ന് കയ്യും കാലുമൊക്കെ കഴുകി നമ്മളൊന്ന് ശുദ്ധിയായിട്ട് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു വരും. അപ്പം ഇന്ന് മാഷിൻ്റെ പേരിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് പോകുന്നത്. കാരണം ഇന്നലെ ആയില്ലായിരുന്നു, ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോകാമെന്ന് കരുതിയിട്ട് പോയതാണ്. അപ്പം നമ്മുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജായിട്ട് വിടണം കേട്ടോ. നല്ല നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. എനിക്കും അറിയില്ല, ഞാനൊരു ഫസ്റ്റായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് കൂടുതൽ അറിവൊന്നും യൂട്യൂബിലില്ല കേട്ടോ. അപ്പോൾ ഓക്കെ.